ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഫോർ മല്ലൂസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വന്നിട്ടില്ല വെച്ചാൽ ഒരു ലെംസി ക്രീമിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ചിലപ്പം കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ക്രീമാണ്. അതിനു മുമ്പായിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഏത് ഫേസ് വാഷ് യൂസ് ചെയ്യണം, അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ക്രീം എവിടെ നിന്ന് ലഭിക്കും, ഓൺലൈനിൽ നിന്ന് ഒറിജിനൽ ക്രീമാണോ കിട്ടല്, അതേപോലെ തന്നെ നിങ്ങൾ ഡെലിവറി ചെയ്ത് തരുമോ, കാര്യങ്ങളെല്ലാം കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പം ക്രീമിൻ്റെ ഡെലിവറിയും കാര്യങ്ങളും ഇപ്പോൾ അവൈലബിൾ അല്ല, ലോക്ക്ഡൗണും കാര്യങ്ങളായതുകൊണ്ട് ഡെലിവറിയും കാര്യങ്ങളൊന്നും എവിടെ നിന്നും ചെയ്ത് കൊടുക്കുന്നില്ല. ഞാൻ വാങ്ങുന്ന ഒരു ഷോപ്പിൽ നിന്ന് ചെയ്ത് കൊടുക്കുന്നില്ല. അതേപോലെ പിന്നെ ഒന്ന് രണ്ട് ക്രീമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അതാത് വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് തന്നെ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജെനുവിൻ ക്രീം തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ നോക്കാം, ഫേക്കും കാര്യങ്ങളും വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് സ്കിന്നിന് പണി വരാതെ നോക്കാം. ഓക്കെ, പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് എല്ലാ ക്രീമിനും സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. ഏത് ക്രീം എടുത്താലും അതിനോട്ട് സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഉണ്ടാകും. ഡോക്ടർ പ്രിഫർ ചെയ്യുന്ന ഒരു സാധനം നിങ്ങൾ വാങ്ങിച്ച് തേച്ചാൽ പോലും ഡോക്ടർ നിങ്ങളോട് പറയും കുറച്ച് ദിവസത്തേക്ക് വെയിൽ കൊണ്ടുവിടാം. അത് ആ ക്രീമിന് വലിയ രീതിയിൽ സൈഡ് എഫക്റ്റും കെമിക്കലും കാര്യങ്ങളും ഒരുപാട് ഉണ്ടായത് കൊണ്ടൊന്നല്ല, കാരണം ആ ഒരു സൺറൈസ് നമ്മൾ മുഖത്ത് തട്ടിയാൽ എങ്ങനെ പോയാലും ഏതൊരു ക്രീമായാലും നല്ല ഹാംഫുൾ ആയിട്ടുള്ള സൺലൈറ്റും കാര്യങ്ങളും പോയിട്ട് മുഖം കാണിച്ചാൽ നല്ല രീതിയിൽ ഡാർക്ക്നെസ് അടിക്കും, അതേപോലെ തന്നെ നല്ല രീതിയിൽ സ്കിന്ന് ഡാർക്കാവും. ഏതെങ്കിലും ഓൾമെൻറ്റ് കാര്യങ്ങൾ യൂസ് ചെയ്ത് ക്രീമും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് വെയിലത്ത് പോയാലും നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ സ്കിന്ന് ഡള്ളാവും, അതേപോലെ തന്നെ ഡാർക്കാവും. ഓക്കെ, പിന്നെ ഫേസ് വാഷും കാര്യങ്ങളും ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് പറയുന്നത് പുതിയൊരു വീഡിയോ ഞാൻ അതിനായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ഏത് ഫേസ് വാഷാണ് ഏറ്റവും നല്ലത്, അതേപോലെ തന്നെ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം, ഏത് ഫേസ് വാഷ് യൂസ് ചെയ്യണം, അതേപോലെ തന്നെ ഏത് സൺക്രീമാണ് യൂസ് ചെയ്യേണ്ടത്, സൺ പ്രൊട്ടക്ടറാണ് യൂസ് ചെയ്യേണ്ടത്, പുതിയ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ ഓരോരോ ഫേസ് വാഷ് യൂസ് ചെയ്ത് നോക്കുക ചെയ്യുന്നത്. അതിന് തുടർന്നിട്ട് തന്നെ ഒരുപാട് പിമ്പിൾസും കാര്യങ്ങളെല്ലാം ഫേസിൽ ഇപ്പോൾ ഒരുപാടുണ്ട്, കലയും കാര്യങ്ങളെല്ലാം ഒരുപാടുണ്ട്. ഏതൊരു മുഖമായാലും ചെറിയ പിമ്പിൾസും കാര്യങ്ങളും ഒരാൾക്ക് ഉണ്ടാകും. ഇപ്പോൾ ഒരുപാട് ഫേസ് വാഷും കാര്യങ്ങളെല്ലാം ട്രൈ ആക്കുന്നുണ്ട്, ഡിഫറെൻറ്റ് ബ്രാൻഡിൻ്റെ ട്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പിമ്പിൾസും കാര്യങ്ങളും ഫേസിൽ വരുന്നുണ്ട്. കാരണം ഒരു വീഡിയോ ചെയ്യുമ്പോൾ ബെറ്റർ റിസൾട്ട് ഏത് ക്രീമാണോ ഏത് ഫേസ് വാഷ് ആണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടില്ലെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്നത് വെച്ചാൽ കൊഫൈൻ്റെ ഫേസ് വാഷും അതേപോലെ തന്നെ ഫേസ് സ്ക്രബുമാണ്. പിന്നെ ഏകദേശം രണ്ടിനും കൂടിയിട്ടൊരു 600 റേഞ്ചിൽ വരും. 2 സ്ക്രബും അതേപോലെ തന്നെ ഫേസ് വാഷും. ഇത് രണ്ടും കൊഫൈൻ്റെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഫേസ് വാഷ്, സ്ക്രബ് അല്ലെങ്കിൽ ബോഡി ക്രീം കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് ഒറ്റ ബ്രാൻഡ് തന്നെ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡിഫറെൻറ്റ് ബ്രാൻഡ് ആവുമ്പം സ്കിന്നിന് സ്യൂട്ടാകാതെ വരും. അപ്പം എല്ലാം ഒരു ബ്രാൻഡിന് യൂസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ നല്ല സ്മെല്ലും കാര്യങ്ങളാണ്, കിടിലൻ സ്മെല്ലാണ്. നല്ല സ്മെല്ലും ഉണ്ട്, നല്ല റിസൾട്ടും ഉണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്ക്രബും കാര്യങ്ങളും യൂസ് ചെയ്ത് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട്. അതേപോലെ തന്നെ ഫേസ് വാഷ് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട്. പിന്നെ ഏറ്റവും ബെസ്റ്റ് ഇതെന്ന് ഞാൻ പറയുന്നില്ല, അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും വരുന്നുണ്ട്. ഓരോരോ ക്രീം ഞാൻ യൂസ് ചെയ്ത് വരുന്നുണ്ട്. പോൺസ്, അതേപോലെ തന്നെ ഗാർണിയർ, ഹിമാലയ, പ്ലംസ്, അങ്ങനെ ഒരുപാട് നിവ്യ, അങ്ങനെ ഒരുപാട് ക്രീംസും കാര്യങ്ങളുണ്ട്. അതെല്ലാം ഫേസ് വാഷ് യൂസ് ചെയ്ത് വരുന്നുണ്ട്. അതിൽ നിന്നൊരു ടോപ്പായിട്ടുള്ള ഒരു 5 ക്രീം, അതിൽ നിന്നും പിന്നെ ടോപ്പായിട്ട് ബെസ്റ്റ് വൺ ഏതെന്ന് നമ്മൾ അടുത്തുതന്നെ ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്ത് വീഡിയോ ആണ് ചെയ്യേണ്ടത് അതേപോലത്തെ കാര്യങ്ങളെല്ലാം എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ എന്തുകൊണ്ട് ഡിലേ എന്ന് വെച്ചാൽ ചില ക്രീമും കാര്യങ്ങളും റിവ്യൂ ചെയ്യുമ്പം അത് തേച്ച് നോക്കാണ്ട് ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് വന്നിട്ട് ഇങ്ങനെ ഇരുന്നൊരു റിവ്യൂ പറയാൻ പറ്റില്ല. ഏത് ക്രീമായാലും നല്ല രീതിയിൽ യൂസ് ചെയ്ത് സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ റിവ്യൂ ചെയ്യാൻ പറ്റൂ നമുക്ക്. അതുകൊണ്ടാണ് എല്ലാ വീഡിയോസും ഡിലേ ആവുന്നത്. ഒരുപാട് ക്രീമും കാര്യങ്ങളും റിവ്യൂസിന് വരുന്നുണ്ട്. അതിൽ നിന്ന് റിസൾട്ട് കിട്ടുന്ന സൈഡ് എഫക്റ്റ് കുറവില്ല സാധനം മാത്രമേ നമ്മൾ എടുത്തിട്ട് റിവ്യൂ ചെയ്യുന്നുള്ളൂ. ചില ക്രീമിന് കെമിക്കൽ കണ്ടന്റ് കൂടുതലാണ്, അതുകൊണ്ട് അത് സേഫായിട്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഓരോരോ ക്രീമും കെമിക്കൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ കെമിക്കൽ കണ്ടന്റ് ഉണ്ട് എന്ന് പറയും. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ഗ്യാപ്പ് വിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വന്നിട്ടുള്ള ക്രീം എന്ന് വെച്ചാൽ ലെപ്സി എന്ന് പറയുന്നൊരു ക്രീമാണ്. ലെംസി അങ്ങനെയെല്ലാം പറയാം, എന്താവട്ടെ UA ബേസ്ഡ് ക്രീമാണ്. കാസർഗോഡ് തന്നെ ഇതിൻ്റെ ഡെലിവറിയും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ഈ ക്രീം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നമ്പറും കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽസ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക്
അവരെ കോൺടാക്ട് നമ്പറും ഇൻസ്റ്റാഗ്രാം ഐഡിയും എല്ലാം കൊടുത്തിട്ടുണ്ടാകും. ഒറിജിനൽ ക്രീം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തില്ല ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്കത് ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ ഫേസ് ന്യൂ ഫേസ് അങ്ങനെ കുറേ ക്രീമിൻ്റെ ഡെലിവറിയും കാര്യങ്ങളും ഉണ്ടോ ചോദിക്കുന്നുണ്ട്. നിലവിൽ എനിക്ക് ഒറിജിനൽ ക്രീം എനിക്ക് കിട്ടുന്നിടത്ത് ഡെലിവറി അവൈലബിൾ അല്ല. പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്രീം വേണ്ടവരുണ്ടെങ്കിൽ അതിൽ പോയിട്ട് ഡയറക്റ്റ് വാങ്ങാം. കമൻറ്റിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കും ക്രീം ഉണ്ട്, ഡെലിവറി ചെയ്യുന്നുണ്ട്, ഫ്രീ ഡെലിവറി ഉണ്ട് എന്നെല്ലാം. അതിലൊന്നും പോയിട്ട് വാങ്ങാൻ പാടില്ല, ഡയറക്റ്റ് സൈറ്റിൽ പോയിട്ട് വാങ്ങാം. അപ്പോൾ ക്രീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ക്രീമാണ്. പിമ്പിൾസും കാര്യങ്ങളും നല്ല രീതിയിൽ കുറയുന്നുണ്ട്. മൊത്തമായിട്ട് പിമ്പിൾസ് പോകും, നല്ല വലിയ വലിയ പിമ്പിൾസും കാര്യങ്ങളും ഇതിനെക്കൊണ്ട് ഒരിക്കലും പോകില്ല. നല്ല രീതിയിൽ റിസൾട്ടും കാര്യങ്ങളുണ്ട്. നല്ല രീതിയിൽ സ്കിന്ന് വൈറ്റനിങ് ആകുന്നുണ്ട്. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. ക്രീമിന് വരുമ്പം 800 രൂപ ആ റേഞ്ചിൽ വരുന്നുണ്ട്. നിങ്ങൾ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ പോയി ബാർഗെയിൻ ചെയ്തിട്ട് വാങ്ങാൻ നോക്കാം മാക്സിമം. പിന്നെ ക്രീമിൻ്റെ കളറും കാര്യങ്ങളും വരുന്നത് ക്രീമി ടൈപ്പ് കളർ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്മെല്ലും കാര്യങ്ങളുണ്ട്. മിക്സഡ് ക്രീമാണ്. അതേപോലെ തന്നെ ക്രീമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എല്ലാവരും ഫ്രീസറിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ നോക്കാം. നല്ല രീതിയിൽ തണുപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ ഇത് അബ്സോർവ് ചെയ്യും. ഇപ്പോൾ നല്ല ഇങ്ങനെ രാത്രി ഇപ്പം ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്കിന്നിന് അത് എഫക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് അത് സ്കിന്ന് അബ്സോർവ് ചെയ്തിട്ട് നല്ല രീതിയിൽ റിസൾട്ടും കാര്യങ്ങളും ഉണ്ടാവും. ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രം ക്രീം വെക്കാൻ നോക്കാം. അതിന് നിങ്ങൾ ക്രീം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫേസ് നല്ല രീതിയിൽ ഫേസ് വാഷ് ഇട്ടിട്ട് ഇല്ലെങ്കിൽ ബേബി സോപ്പ് കാര്യങ്ങൾ കെമിക്കൽ കണ്ടന്റ് നല്ല രീതിയിൽ കുറവില്ലൊരു സാധനം ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്യുക. സോപ്പും കാര്യങ്ങളൊന്നും ഇട്ടിട്ട് ഒരിക്കലും ഫേസ് വാഷ് ചെയ്യാൻ പാടില്ല. ഒരുപാട് കെമിക്കലും കാര്യങ്ങളുണ്ട്. ബാർ സോപ്പ് മേത്തിടുന്ന സോപ്പൊന്നും എടുത്ത് ഫേസിൽ യൂസ് ചെയ്യാൻ പാടില്ല. സ്കിന്ന് നല്ലോണം ഡള്ളാവും. സ്കിന്ന് നല്ല രീതിയിൽ ഡാമേജ് ആകാൻ പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ബേബി സോപ്പ് ഇല്ലെങ്കിൽ ഫേസ് വാഷ് കാര്യങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്യുക. നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടില്ല. ചിലപ്പോൾ ഇവിടെ ഓയിൽ ഉണ്ടാവും, ചിലപ്പോൾ ഇവിടെ ചെറിയൊരു എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളുണ്ടെങ്കിൽ ക്രീം തേച്ച് ചെയ്യുമ്പോൾ നാളെ എണീക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ വെളുത്തിട്ടുണ്ടോ, ഇവിടെ കറുത്തിട്ടുണ്ടാവും. അങ്ങനത്തെ അവസ്ഥ വരും. നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നല്ലൊരു ഉണങ്ങിയ ഒരു തുണിയെടുത്ത് സ്പോഞ്ച് പോലത്തെ ഒരു സാധനം എടുത്ത് മുഖം നന്നായിട്ട് ഡ്രൈ ആക്കുക. നല്ല രീതിയിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇറ്റ് പോലും ഉണ്ടാകാൻ പാടില്ല. നല്ല രീതിയിൽ ഫേസ് തുടച്ച് കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത് നല്ല രീതിയിൽ തിക്കായിട്ട് അപ്ലൈ ചെയ്യുക. നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് നൈറ്റ് ഉറങ്ങുമ്പം യൂസ് ചെയ്യുക. മോർണിംഗിൽ യൂസ് ചെയ്യാൻ പാടില്ല. നൈറ്റ് ക്രീമാണ്, രാവിലെ എണീച്ചിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. നൈറ്റ് ഉറങ്ങുമ്പോൾ നല്ല രീതിയിൽ സ്കിന്ന് നല്ല ലെയറായിട്ട് ഒരു 2 ലെയറായിട്ട് ഇട്ടിട്ട് നല്ല രീതിയിൽ കിടന്നുറങ്ങുക. രാവിലെ എണീച്ച് നോർമൽ വെള്ളത്തിൽ കഴുകുക. ക്രീം എപ്പോഴും ഒന്നെങ്കിൽ ഫ്രീസറിൽ വെക്കാം, അല്ലെങ്കിൽ നോർമലായിട്ടുള്ളൊരു സ്ഥലത്ത് വെക്കാം. അധികം ചൂടുള്ള സ്ഥലത്തും വെക്കാൻ പാടില്ല, അധികം ഈ വെള്ളത്തിൻ്റെ കണ്ടന്റുള്ള സ്ഥലത്തും വെക്കാൻ പാടില്ല. അതായത് ബാത്റൂമിലും കാര്യങ്ങളും ഇത് വെക്കാൻ പാടില്ല. ഒന്നെങ്കിൽ ഫ്രീസറിൽ വെക്കാം, ഇല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് വെക്കാം. അത് ശ്രദ്ധിക്കാം. രാവിലെ എണീച്ച് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയുക. അധികം സ്ക്രബും കാര്യങ്ങളും ചെയ്യാൻ പാടില്ല, മുഖത്ത് ഇറക്കാൻ പാടില്ല. അപ്പോൾ റെഡ്നെസ് നല്ലോണം വരും. മെല്ലെ നല്ല പോലെ മുകളിലേക്ക് ഇല്ലെങ്കിൽ റൗണ്ടായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം. നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ക്രീം യൂസ് ചെയ്യുന്ന ദിവസങ്ങൾ, ക്രീം യൂസ് ചെയ്യുന്ന സമയങ്ങൾ, ഇനിയിപ്പോൾ ഇന്ന് ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ ക്രീം കഴുകി നിർത്തിയിട്ട് ഒരു 5 ദിവസം വരെ മസ്റ്റായിട്ട് നിങ്ങൾ ഏതെങ്കിലും സൺ പ്രൊട്ടക്ടർ യൂസ് ചെയ്യുക. സൺക്രീം എന്തായാലും യൂസ് ചെയ്യണം. കാരണം വെച്ചാൽ സൺക്രീം യൂസ് ചെയ്യാണ്ട് ഒരു ക്രീം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. ക്രീം യൂസ് ചെയ്യുമ്പം അത് നല്ല രീതിയിൽ റിസൾട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ പുറത്ത് വെയിലത്തും കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു സൺക്രീം തേക്കാം. 200-300 രൂപയ്ക്ക് നല്ല രീതിയിൽ സൺക്രീമും കാര്യങ്ങളും ഉണ്ട്. ഡോക്ടർ പ്രിഫർ ചെയ്ത സൺക്രീം തന്നെ വാങ്ങിച്ച് തേക്കാൻ നോക്കാം. അതില്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നെക്കിലും കാര്യങ്ങളിലും നല്ല രീതിയിൽ തേക്കാൻ നോക്കാം. ഇല്ലെങ്കിൽ ഇവിടെ വേറെ കളർ, ഇവിടെ വേറെ കളറാകും. അപ്പോൾ ക്രീമിനെ കുറിച്ച് ചുരുക്കിയിട്ട് ഇത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും വാങ്ങുക. കമൻറ്റ് ബോക്സിൽ ലിങ്കും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ക്രീം റേറ്റ് വരുന്നത് 800, 600 അങ്ങനെ 1100 ആ റേഞ്ചിൽ വരുന്നുണ്ട്. 1400, 100 ഗ്രാമിനെ മറ്റും വരുന്നുണ്ട്. നല്ല പാക്കിങ് കാര്യങ്ങളാണ്. അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് ഇവർ പാക്കും കാര്യങ്ങളും ചെയ്തിട്ട് അയച്ചു തരുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു നമ്പറിൽ പോയിട്ട് റേറ്റും കാര്യങ്ങളും അന്വേഷിച്ച് നോക്കാം. ഇഷ്ടം പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും അതേപോലെ തന്നെ ഫീഡ്ബാക്കും കസ്റ്റമർ ഫീഡ്ബാക്കും കാര്യങ്ങളും ഒരുപാടുണ്ട്. അതെല്ലാം കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം വാങ്ങാം. നിങ്ങളുടെ സ്കിന്ന് ഓയിലാണ്, ഏത് സ്കിന്നായാലും സൂട്ടബിളാണ്. ഏത് സ്കിന്നിന് അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ ക്രീം വാങ്ങിച്ച് യൂസ് ചെയ്യാം. ഇൻഡോറിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് കാരണം ഒന്നാമത് പുറത്ത് നല്ല മഴയാണ്.
സൗണ്ട് ഡിസ്റ്റർബൻസ് നല്ലോണം ഉണ്ടാവും. അതുകൊണ്ട് ഇൻഡോറിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് ക്ലാരിറ്റിയും കാര്യങ്ങളും സൗണ്ടിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഫ് സൈനിങ് ഔട്ട്. ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്തായാലും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.